ബാഡ്മിന്റൺ കോർട്ടിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ താരം ഇപ്പോൾ മറ്റൊരു മഹത്തായ പ്രവൃത്തിയിലൂടെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രസവശേഷമുള്ള ഒരു വർഷത്തിനിടെ 60 ലിറ്റർ മുലപ്പാലാണ് ജ്വാലാഗുട്ട സർക്കാർ ആശുപത്രിയിലേക്ക് ദാനം ചെയ്തത്. ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ മുലപ്പാൽ ബാങ്കുകളിലേക്കാണ് ജ്വാല മുലപ്പാൽ എത്തിച്ചു നൽകിയത്. തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ ജ്വാല തന്നെയാണ് ഈ വിവരം പങ്കുവച്ചത്. തൂക്കം കുറഞ്ഞതും വളർച്ചയെത്താതെയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി മുലപ്പാൽ പോലും ജീവശ്വാസമാണ്. സ്വന്തം അമ്മമാർക്ക് അസുഖമോ മാനസിക സമ്മർദ്ദമോ കാരണം പാൽ നൽകാൻ കഴിയാതെ വരുമ്പോൾ ദാനമായി ലഭിക്കുന്ന ഈ പാല് കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ കുടൽ രോഗമായ നെക്രോടൈസിംഗ് എൻട്രോകോളിറ്റിസ് തടയാൻ മുലപ്പാൽ അത്യാവശ്യമാണ്. NICUയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് വെറും ഒരു ആഹാരമല്ല, മറിച്ച് ഔഷധമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും മുലപ്പാൽ ബാങ്കുകൾ വഴി ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നുണ്ട്. പാസ്ചറൈസേഷൻ വഴി അണുവിമുക്തമാക്കിയാണ് ഈ പാല് സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ അന്വേഷിക്കൂ. നിങ്ങളിലെ അമ്മയ്ക്കും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാകും. ജ്വാലാഗുട്ടയുടെ ഈ വാക്കുകൾ ഓരോ അമ്മമാർക്കും പ്രചോദനമാണ്. പൂർണ്ണ ആരോഗ്യവതികളായ മുലയൂട്ടുന്ന ഏതമ്മയ്ക്കും പാൽ ദാനം ചെയ്യാം. കുഞ്ഞുങ്ങളിലെ മസ്തിഷ്ക വികാസത്തിനും ദഹന പ്രക്രിയ സുഗമമാക്കാനും മുലപ്പാൽ അത്യന്താപേക്ഷിതമാണ്.